ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 76-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 76-ാം വാക്യം. നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, സഖറിയ പുരോഹിതൻ തനിക്ക് ജനിച്ച ശിശുവിനെ നോക്കിയിട്ട് എല്ലാവരും ചുറ്റുപാടുള്ളവരെല്ലാം ഈ ശിശു പൈതൽ എന്താകുമെന്ന് ചോദിക്കുമ്പോൾ സഖറിയ പുരോഹിതൻ ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറയുകയാണ്, നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ സഖറിയ പുരോഹിതൻ ജീവിക്കുന്നത് ഏതാണ്ട് AD 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ AD 1-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ്. എന്നാൽ ഇസ്രായേലിൽ അവസാനമായ ഒരു പ്രവാചകൻ എഴുന്നേറ്റത് BC 430കളിലാണ്. BC 430കളിൽ മലാഖി എന്ന് എല്ലാവരും ബൈബിളുകളെ അടച്ചാട്ടെ. BC 430കളിൽ സ്തോത്രം മലാഖി എന്നൊരു പ്രവാചകനാണ് ഇസ്രായേലിൽ അവസാനമായി എഴുന്നേറ്റത്. ആ പ്രവാചകം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്, യഹോവയുടെ വലുതും ഭയങ്കരവുമായിരിക്കുന്ന ദിവസം വരുന്നതിന് മുന്നമേ ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ മലാഖി 4:5 പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരും, ആ ദിവസത്തിന് മുൻപേ ഏലിയ പ്രവാചകനെ ഞാൻ അയക്കും. അതുവരെയും എന്തുണ്ടാകത്തില്ല? ഒരു പ്രവാചകൻ ഉണ്ടാകത്തില്ല. പേർഷ്യൻ ഭരണകൂടം കടന്നുപോയി, ഗ്രീക്ക് ഭരണകൂടം കടന്നുപോയി, റോമൻ സാമ്രാജ്യം എഴുന്നേറ്റ് വന്നോ. ഇതിൻ്റെ ഇടയ്ക്ക് മക്കാബിയൻ റിവോൾട്ടുകൾ ഉണ്ടായി, രാജ്യത്തിൻ്റെ വിഭജനങ്ങൾ സംഭവിച്ചു. ആമേൻ. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടോ രാജ്യത്തിൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റില്ല. 4 നൂറ്റാണ്ടുകളായി ഇസ്രായേലിൽ ഒരു പ്രവാചകനെ കാണുവാൻ കഴിയുന്നില്ല. പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, മതത്തിൻ്റെ വിവിധ ഏടുകളിൽ പല വ്യക്തികളുണ്ട്. പക്ഷെ 4 നൂറ്റാണ്ടുകളായി ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ല, ഒരു പ്രവാചകൻ ജനിച്ചിട്ടില്ല. പ്രവാചകന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നുവെന്ന് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. പക്ഷെ 4 നൂറ്റാണ്ടുകളായിട്ട് എന്തില്ല? ഒരു പ്രവാചകനില്ല. 4 നൂറ്റാണ്ടുകളായി തൻ്റെ നാട്ടിലില്ലാത്ത ഒരു സംഗതിയാണ് പ്രവാചക ദൗത്യ. പക്ഷേ തനിക്കറിയാം, എവിടെയോ ഒരു കാലത്തുണ്ടായിരുന്നതും ഉറങ്ങിപ്പോയിരുന്നതുമായ ഇസ്രായേലിൻ്റെ ഒരു ശുശ്രൂഷയാണ് പ്രവാചക ശുശ്രൂഷ. പക്ഷേ തനിക്ക് ജനിച്ച കുഞ്ഞിനെ നോക്കിയിട്ട് ആ പിതാവ് വിളിച്ചു പറയുകയാണ്, കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ല, പക്ഷേ നീ ഒരു പ്രവാചകനായിരിക്കാം. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി ഇസ്രായേലിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദൈവ ശുശ്രൂഷയുണ്ട്, അത് പ്രവാചക ശുശ്രൂഷയാണ്. നീ അതായിരിക്കാം. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ചില ദൈവപ്രവർത്തികളെ ചെയ്യുവാൻ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കേട്ടിട്ടില്ലാത്ത ചില ശബ്ദങ്ങളെ പറയുവാൻ നീ അതിന് ഒത്തവണ്ണം ഒരു പുരുഷനായിരിക്കുമെന്ന് പറയുകയാണ്. ആമേൻ. 4 നൂറ്റാണ്ടുകളിൽ കാണാത്ത ഒരു സംഗതി എൻ്റെ മകനിൽ കാണുമെന്ന് സഖറിയാവ് വിളിച്ചു പറയുകയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, 4 നൂറ്റാണ്ടുകളായി തൻ്റെ രാജ്യത്ത്, തൻ്റെ ജനതയിൽ, തൻ്റെ സമൂഹത്തിൽ, തൻ്റെ ദേശത്തിൽ കാണാത്ത ഒരു ദൈവപ്രവൃത്തി, കാണാത്ത ഒരു ദൈവമഹത്വം, കാണാത്ത ഒരു ശുശ്രൂഷ എൻ്റെ കുഞ്ഞിൽ കൂടെ ദൈവം ചെയ്യുമെന്ന് ഈ മനുഷ്യൻ അവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ചോദിക്കുന്നു, ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ കൂടെ ദൈവം ചെയ്യാൻ കഴിയുമോ? ഈ കാലഘട്ടങ്ങളിൽ പ്രസംഗിക്കുന്ന ആരെയെങ്കിലും അനുകരിച്ച് പ്രസംഗിക്കാനല്ല, ഈ കാലഘട്ടങ്ങളിൽ പാട്ടുപാടുന്ന ആരെയെങ്കിലും അനുകരിച്ച് പാട്ടുപാടാനല്ല, ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുന്നത് എന്തെങ്കിലും അനുകരണ കലയിൽ കൂടെ മിമിക്രി ചെയ്യാനല്ല. അതിനപ്പുറമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ അസ്തമിച്ചു പോയ, മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതും ഒരു കാലഘട്ടത്തിലേക്ക് നിന്നുപോയിരിക്കുന്നതുമായ ചിലതിനെ എൻ്റെ തലമുറയിൽ കൂടെ ദൈവം ജനിപ്പിച്ചെടുക്കുമെന്ന്. 4 നൂറ്റാണ്ടുകളായി ഒരു മനുഷ്യനും പ്രവാചകനെന്ന് വിളിക്കപ്പെടാത്ത ദേശത്തിൽ ഇവിടെ പുരോഹിതൻ വിരൽ ചൂണ്ടി പറയുകയാണ്, കുഞ്ഞെ, എൻ്റെ ആയുഷ്കാലത്ത് ആരും അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ പിതാക്കന്മാരുടെ കാലത്തിൽ ആരും അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെട്ടത് കേട്ടിട്ടില്ല. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി, 400 വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ആര് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, 4 നൂറ്റാണ്ടുകളായി നടക്കാത്തത് ചിലത് നിന്റെ
നിന്റെ ജീവിതത്തിൽ കൂടെ ദൈവം ചെയ്യാം. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയോ? 4 നൂറ്റാണ്ടുകളായി നടക്കാത്തത് ചിലത് കുഞ്ഞെ നിന്നിൽ കൂടെ ദൈവം ചിലത് ചെയ്യോ. പ്രവാചകന്മാരുടെ സദസ്സിൽ നിന്ന് ആമേൻ തന്റെ മകന്റെ നേരെ നീ ഒരു പ്രവാചകനാകുമെന്നല്ല പറഞ്ഞത്. പ്രവാചകന്മാർ ഇല്ലാത്ത കാലത്ത്, പ്രവാചകന്മാർ അസ്തമിച്ച് 4 നൂറ്റാണ്ടുകളായ കാലത്ത് സെഖറിയാവ് തന്റെ മകനോട് വിളിച്ചു പറയുകയാണ്, നൂറ്റാണ്ടുകളായി ലോകം കണ്ടിട്ടില്ലാത്ത, അസ്തമിച്ചു പോയി എന്ന് ലോകം പറഞ്ഞിട്ടുള്ള, നിന്നുപോയി എന്ന് ലോകം പറഞ്ഞിട്ടുള്ള ദൈവ പ്രവർത്തികളെ തൂണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ഇതാ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഇന്ന് കാലഘട്ടത്തിൽ എല്ലാവരും ചലിക്കുന്നത് പോലെയല്ല. ഈ കാലഘട്ടങ്ങളിൽ ആർക്കും ചലിപ്പാൻ കഴിയാത്തതൊന്ന് എന്റെ ദൈവം Semeni alla salahateni aprabo lagasiam prabeji ratini allahenia elahateni harabalagasiam prabarthenia ulabahasa prabarthenia rigada bahasia prabarthania anugarana kalayalla sisrusha mimicry alla sisrusha amen apparatha churchil cheyyunnathu pole ivide cheyyunna apparatha pastor cheyyunnathu pole ipparathu cheyyunna mimicry alla sisrusha pagara വെളിപ്പെടാതിരിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ പൊക്കിയെടുക്കാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ അധികാരം പ്രവാചനം പ്രാർത്ഥിമിനിയോല ജീസസ് 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 ജീസസ്. സെഖറിയ പുരോഹിതൻ ഒരു കാര്യം അറിയാം. ഞാൻ ശുശ്രൂഷയ്ക്ക് കയറി നിന്നപ്പോൾ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്തൊരു ദൂതൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ കാലഘട്ടത്തിൽ ആരോ ഹെരോദാവിന്റെ ദൈവാലയത്തിൽ ദൂതൻ നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഈ ദൈവാലയം ഏതാണെന്നറിയാമോ? സെഖറിയാവ് ശുശ്രൂഷിക്കുന്നത് ഹെരോദാവ് പുതുക്കി പണിത ദൈവാലയമാണ്. ശലോമോൻ പണിത ദൈവാലയത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. സെരുബാബേൽ പണിത ദൈവാലയത്തിൽ ഇരട്ടി തേജസ് ഇറങ്ങി. പക്ഷേ ഹെരോദാവ് പുതുക്കി പണിത ദൈവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും ഇറങ്ങിയില്ല. സാന്നിധ്യവും തേജസ്സും ഇറങ്ങാത്ത ഹെരോദാവിന്റെ ദൈവാലയത്തിൽ ദൂതനെ കണ്ടവനാണ് സെഖറിയാവ്. ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ പുറകോട്ട് കയറി പിടിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും കണ്ടിട്ടില്ലാത്ത ഹെരോദാവിന്റെ ദൈവാലയത്തിൽ ദൂതനെ കണ്ടവനാണ് സെഖറിയാവ്. ആ സെഖറിയാവ് തന്റെ മകനോട് പറയാ, എന്റെ മകനെ, ആമേ, ശലോമോൻ കണ്ട ദൈവാലയത്തിലല്ല, സെരുബാബേൽ പണിത ദൈവാലയത്തിലല്ല, ഹെരോദാവ് പണിത വ്യാവസായിക കണ്ണുകൊണ്ട് പണിത ആലയത്തിനകത്ത് ഞാൻ ദൂതനെ കണ്ടെങ്കിൽ ആ ആലയത്തിൽ ഇന്ന് വരെ ഒരുത്തനും ദൂതനെ കണ്ടിട്ടില്ല. ആ ആലയത്തിൽ ഒരുത്തനോ ഇന്ന് വരെ തേജസ് കണ്ടിട്ടില്ല. ആ ആലയത്തിൽ ഒരുത്തനും ഇന്ന് വരെ ദൈവപ്രവൃത്തി കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു കുഞ്ഞെ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, Leha rasatani lekha mahasete loso loko rose parte marti vele heskeria lasmoni hete lekora mahasia prabarthani. സെഖറിയാവ് ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ കണ്ട ദൈവാലയം ഹെരോദാവ് പണിത ദൈവാലയം. ആ ദൈവാലയത്തിൽ ഇന്ന് വരെ ആരും ദൈവ സാന്നിധ്യം കണ്ടിട്ടില്ല, ദൂതനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അതിനകത്ത് കണ്ടു. എന്നിട്ട് തൻ്റെ മേൽ കിടക്കുന്ന കൃപയുടെ 1000 ഇരട്ടി പങ്കിനെ തൻ്റെ മകൻ്റെ മേൽ പറയാ. എടാ, ആരും ദൈവ സാന്നിധ്യം കാണാത്ത ആ ബിൽഡിങ്ങിനകത്ത് ഞാൻ ദൈവ സാന്നിധ്യം ദൂതനെ കണ്ടെങ്കിൽ, ആരും ദൈവ സാന്നിധ്യം കാണാത്ത ഈ രാജ്യത്തിൽ, ഈ ടെറിട്ടറിയിൽ നീ ദൈവ സാന്നിധ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവനായിരിക്കും. ഞാൻ ദൈവത്തെ കണ്ടത് ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ നീ ഒരു രാജ്യത്തിന് മുഴുവനും, ഞാനൊരു ചർച്ചിനകത്തെ പാസ്റ്ററാണെങ്കിൽ എന്റെ തലമുറ ഒരു കോണ്ടിനെന്റിന്റെ പ്രൊഫറ്റായിരിക്കും.
നീ ഒരു സഭയ്ക്കകത്ത് പ്രവചിച്ചവനാണെങ്കിൽ നിന്റെ തലമുറ രാജ്യങ്ങളോട് പ്രവചിക്കുന്നവനായിരിക്കും. I saw the glory in the temple, but you shall manifest the glory to the nations. Ha ha ha. Yes, I witnessed the angel in the temple, but you shall be the witness of his glory unto the nations. Oh, തലമുറ മാറുമ്പോൾ മഹത്വം മാറട്ടെ. തലമുറ മാറുമ്പോൾ ശുശ്രൂഷ മാറട്ടെ. ഹേ ഹേ ഓ റബസിക്കേരിയ ലത്തോനിയ ലമനിയ റാസകതാർദാനി റബഹതാരിയ. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കുമെന്നുള്ള വാഗ്ദത്തം എൻ്റെ കുഞ്ഞുങ്ങളിൽ നിവർത്തിക്കണമേ എന്ന്. പക്ഷേ എൻ്റെ യൗവനകാലത്തിൽ ഒരു നാൾ ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ പിതാക്കന്മാർക്ക് പകരമല്ല ഞാൻ നിന്നെ ഇരുത്തുന്നത്, അതിന് മീതെ ഒരു സിംഹാസനം ഞാൻ പണിയും, അതിന് മീതെ ഒരു അധികാരവും ചെങ്കോലും ഞാൻ നിന്റെ കയ്യിൽ തരും. പിതാക്കന്മാരുടെ കാലത്തിലല്ല നീ നിൽക്കുന്നത്, നിനക്കതിനപ്പുറമാണ്. ിയ 75 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വല്യപ്പൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ദൈവം ചെയ്യിച്ച അതേ പ്രവർത്തികൾ, ദൈവം കാണിച്ച അതേ കാര്യങ്ങൾ എന്നിൽ കൂടെ ചെയ്യുമെങ്കിൽ 75 വർഷത്തിന് മുമ്പുള്ള സുവിശേഷ വേലയാണ് ഇന്നും ഞാൻ ചെയ്യുന്നതെങ്കിൽ that is outdated. 75 വർഷം മുമ്പ് എൻ്റെ വല്യപ്പൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ഇരുന്ന അഭിഷേകത്തിൻ്റെ സിംഹാസനത്തിലാണ് ഞാൻ ഇന്നും ഇരിക്കുന്നെങ്കിൽ അത് outdated. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിലല്ല, അതിനപ്പുറം ഞാൻ നിനക്ക് വേണ്ടി ഒരു സിംഹാസനവും ചെങ്കോലും പണിയും. നിന്നെ പോലൊരു അഭിഷക്തനായിരിക്കത്തില്ല നിന്റെ മകൻ, നിന്നെ പോലൊരു കൃപ ക്യാരി ചെയ്യുന്നവനായിരിക്കത്തില്ല നിന്റെ മകൻ. പകരം നിനക്ക് സ്വപ്നം കാണാത്ത തലത്തിൽ ഒന്ന് ചെയ്യുന്നത്. യോഹന്നാൻ ബാല്യപ്രായമെത്തിയപ്പോൾ അപ്പൻ്റെ അടുക്ക ചോദിച്ചു കാണാം, അപ്പൊ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് ഞാൻ വിളിക്കപ്പെടുമെന്ന്. അപ്പ പറഞ്ഞല്ലോ, ഏത് അങ്കിളിൻ്റെ കൂട്ടിരിക്കും അത്യുന്നതന്റെ പ്രവാചകനെ കാണാൻ? ഏത് അങ്കിളിൻ്റെ കൂട്ടിരിക്കും? സഖറിയാവ് യോഹന്നാൻ്റെ അടുക്ക പറഞ്ഞു, അവനെ കാണിച്ചു തരാൻ ഒരങ്കിളുമില്ല, കാണിച്ചു തരാൻ ഒരങ്കിളുമില്ല, ഒരു പാസ്റ്ററും ഇല്ല, ഒരു പ്രൊഫറ്റും ഇല്ല. ഉണ്ടായിരുന്നു, പക്ഷെ 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എല്ലാം ഡിസപ്പിയറായി. ഞാൻ നിന്നോട് പറഞ്ഞത് 4 നൂറ്റാണ്ടുകളായി ഉണരാതെ കിടക്കുന്ന ചിലതിനെ ഉണർത്താൻ, കാലഘട്ടങ്ങളിൽ അഴുകിപ്പോയി എന്ന് പറഞ്ഞത്, അസ്തമിച്ചു എന്ന് പറഞ്ഞത്, മരിച്ചു എന്ന് പറഞ്ഞത്, നിർജീവമായി എന്ന് പറഞ്ഞത് ഉയർത്തിയെടുക്കാനാ നിന്റെ മേളിൽ കിടക്കുന്ന നിയോഗം. ജീസസ് 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 ലബ്ധമഹസപ്രവർത്താനി. കരമുയർത്തി യേശു വലിയവനെന്നൊന്ന് ഉറക്കെ പറഞ്ഞ്, യേശു വലിയവനെന്നൊന്ന് ഉറക്കെ പറഞ്ഞ്, യേശു നല്ലവനെന്നൊന്ന് ഉറക്കെ പറഞ്ഞ്. ലമനഹടകരഘടകസ്യ പ്രഭാത് പ്രമോഷ്കൽ മഹത്തേനിയ ലബഖോർ മഹസതാർബാനി റേലിയസർതുന മഹസതാർത റിമേനിയ ഹർഖാന മസതാരി ജിബോർതോനി മഹശ്യം പ്രഭാത്. ദൈവാലയത്തിലെ പുരോഹിതനായി നിൽക്കുന്ന സഖറിയാവ് തൻ്റെ മകൻ പ്രവാചക യോഹന്നാൻ്റെ അടുക്കൽ പറയുകയാണ്, നീ ഒരു പ്രവാചകനായി മാറും, നീ ഒരു പ്രവാചകനായി മാറും.
എൻ്റെ സഹോദരങ്ങളെ, ഇതിനകത്ത് ഒരു റിപ്പിറ്റീഷൻ ഞാൻ കാണിക്കാം. ശമൂവേൽ എന്ന ലേവ്യ ബാലൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് ദൈവാലയത്തിൽ വളരുകയാണ്. അവൻ ആരായിത്തീരണം? ഒരു പുരോഹിതനായിത്തീരണം. പക്ഷെ ദൈവം അവനെ അവിടെ നിന്നെടുത്ത് ആരാക്കി തീർത്തോ? പ്രവാചകനാക്കി തീർത്തു. പുരോഹിതൻ്റെ മകനായ യോഹന്നാൻ ആരായിത്തീരണം? പുരോഹിതനായിത്തീരണം. പക്ഷെ ദൈവം അവനെ ആരാക്കി തീർത്തോ? പ്രവാചകനാക്കി തീർത്തു. ഹന്നയുടെ മകൻ പ്രവാചകൻ ശമൂവേൽ ഇസ്രായേലിൽ ഒരു രാജാവിനെ വാഴിച്ചു, ദാവീദിനെ. പക്ഷേ പിൽക്കാലത്ത് ആ ദാവീദിൻ്റെ സിംഹാസനം വീണുപോയി, ദാവീദിൻ്റെ കൂടാരം വീണുപോയി. ഇപ്പോൾ അതേ അളവിൽ പുരോഹിതനാകേണ്ടവൻ ഒരുവൻ പ്രവാചകനാകുന്നു. പുരോഹിതനാകേണ്ട ശമൂവേൽ പ്രവാചകനായതുപോലെ പുരോഹിതനാകേണ്ട യോഹന്നാൻ പ്രവാചകനാകുന്നു. എന്ത് സംഭവിക്കുന്നു? വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെയും സിംഹാസനത്തെയും നിവർത്തുവാൻ ദാവീദ് ഗോത്രത്തിൻ്റെ സിംഹമായവൻ, ദാവീദിൻ്റെ ഇശായുടെ വേരും വംശവുമായവൻ എഴുന്നേറ്റ് വരുന്നു. ഞാൻ ഇങ്ങനെ പറയാം, ചില അണഞ്ഞുപോയ പ്രവാചക ദൗത്യങ്ങളെ നീ ഏറ്റെടുക്കുമെങ്കിൽ, ഉണങ്ങിപ്പോയ ചിലതിനെ ദൈവം പച്ച പിടിപ്പിച്ച്, ചിലതിനെ ദൈവം റീസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിൻ്റെ റീസ്റ്റോറേഷൻ വർക്കുകൾ ആരംഭിക്കുവാൻ നിന്റെ മിനിസ്ട്രിക്ക് കഴിയോ? ആമേൻ. നീ നിന്റെ ശുശ്രൂഷാതലം തുറന്നാൽ ദൈവം തന്റെ പ്രവർത്തന തലം തുറക്കും. ഞാൻ ആവർത്തിക്കട്ടെ, നീ നിന്റെ ശുശ്രൂഷാതലം തുറന്നാൽ ദൈവം തന്റെ പ്രവർത്തന തലം തുറക്കും. നീ നിന്റെ ശുശ്രൂഷാതലം തുറന്നാൽ ദൈവം തന്റെ പ്രവർത്തന തലം തുറക്കും. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, നിന്റെ മേൽ ദൈവമിട്ട ശുശ്രൂഷ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. Open the ministry realm. Enter into the ministry realm. എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഞാൻ പറയുകയാണ്, നീ കർത്താവിനെ സേവിക്കുന്നെങ്കിൽ, നീ കർത്താവിനൊരു ഇടയനായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആമേൻ ആമേൻ, നല്ല ആരോഗ്യമുള്ള കാലത്ത്, ആമേൻ, കൗമാരം വിട്ട് യൗവനത്തിൽ കയറുന്ന സമയത്ത് കർത്താവിന് വേണ്ടി നിൽക്കണം. ആവുന്ന കാലമല്ല കിളയ്ക്കാനും മാന്താനും പോയിട്ട് അവസാനം കുടവയറും ചാടി കൊളസ്ട്രോളും പിടിച്ച് ബിപിയും പിടിച്ച് കഴിഞ്ഞിട്ട്, ആമേൻ, ഞാൻ പാസ്റ്ററാണെന്ന് പറഞ്ഞ് നടക്കരുത് നീ. പകരം നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്ക്. ഞാൻ കർത്താവിനെ സേവിക്കുമെങ്കിൽ എൻ്റെ യൗവനത്തിൻ്റെ രക്തം കൊടുത്ത് ഞാൻ സേവിക്കും. ഞാൻ അധ്വാനിക്കും. എൻ്റെ ആയുസ്സിൻ്റെ നാളല്ല, ആയുസ്സിൻ്റെ സായാഹ്നത്തിലല്ല ഞാനൊരു ദൈവത്തിൻ്റെ വേലക്കാരനായിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആവുന്ന കാലത്ത് വീടും വസ്തുവും പിള്ളേരെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു റിട്ടയർമെന്റ് ലൈഫ് അല്ല ശുശ്രൂഷ, പകരം നല്ല യൗവനത്തിൽ ചെയ്യാനുള്ളതാ ശുശ്രൂഷ. റിട്ടയർമെന്റ് ലൈഫ് അല്ല ശുശ്രൂഷ. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് യൗവനക്കാർ കുഞ്ഞുങ്ങളോട് പറയുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ യൗവനത്തിൽ ജീവിക്കണം. വയറ് ചാടി കൊളസ്ട്രോൾ മൂത്തിട്ട് പാസ്റ്ററാന്ന് പറഞ്ഞ് നടക്കരുത്. ജീവിക്കുന്നെങ്കിൽ ജീവിക്കാൻ കൽപ്പുള്ളപ്പോ കർത്താവിന് വേണ്ടി ജീവിക്കണം. പട്ടിണി കിടക്കാൻ കൽപ്പുള്ളപ്പോ കർത്താവിന് വേണ്ടി ജീവിക്കണം. ചവിട്ടും തൊഴിയും കൊള്ളാൻ കൽപ്പുള്ളപ്പോ കർത്താവിന് വേണ്ടി ജീവിക്കണം. ശുശ്രൂഷ റിട്ടയർമെന്റ് പ്ലാൻ അല്ല. ശുശ്രൂഷ നല്ല ആയുസ്സും നല്ല ജീവനും കൊടുത്ത് ത്യാഗം സഹിക്കുന്നതാണ്. ത്യാഗം സഹിക്കുന്നതാണ്. ത്യാഗം സഹിക്കുന്നതാണ്. യേശു 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. അപ്പച്ചമാരെ അമ്മച്ചിമാരെ ആരെയല്ല തെരഞ്ഞെടുത്തത്. യേശുവിന് വേണ്ടത് കിളുന്നു കുഞ്ഞുങ്ങളെയാ. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, നല്ല ആയുസ് കർത്താവിന് വേണ്ടി കൊടുക്കാമോ? അല്ല സംധാരിയ, അല്ലെങ്കിൽ നിന്റെ മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്കാമോ? അല്ലെങ്കിൽ നിന്റെ മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്കാമോ?
സെഖറിയാവ് തൻ്റെ മക്കളുടെ മോൻ്റെ അടുക്ക പറയാ, കുഞ്ഞെ ആറ്റുനോറ്റിരുന്നുണ്ടായ ഒരുത്തനാ, വയസ്സങ്കാലത്ത് തന്നെ നോക്കണമെന്നല്ല പറഞ്ഞത്, ഒറ്റ വാക്ക പറഞ്ഞത്, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടണം. സെഖറിയാവിന്റെ മോനെന്നല്ല നീ അറിയപ്പെടേണ്ടത്, പുരോഹിതന്റെ മകൻ എന്നല്ല നീ അറിയപ്പെടേണ്ടത്. പാരമ്പര്യം നിന്റെ മേളിൽ കീറട്ടെ, പിതൃത്വം നിന്റെ മേളിൽ കീറട്ടെ, പകരം ശുശ്രൂഷ നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തരട്ടെ. ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, പാരമ്പര്യം നിന്റെ മേൽ നിന്ന് കീറപ്പെടട്ടെ, പിതൃത്വം നിന്റെ മേൽ നിന്ന് കീറപ്പെടട്ടെ, പകരം നിന്റെ മേൽ ഒരു ഐഡന്റിറ്റി വിളിക്കപ്പെടട്ടെ. Yes, the prophet of the Most High, the prophet of the Most High, anoint me, O Lord. Jesus, Jesus. പ്രവാചകം, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ പിശാചിക മണ്ഡലങ്ങൾ ഏറ്റവും ഭയപ്പെട്ടത് ആരെയാണെന്നറിയാമോ? പ്രവാചകനെയാണ്. 4 നൂറ്റാണ്ടുകളായി അവൻ തടഞ്ഞു നിർത്തിയത് ആരെയാണെന്നറിയാമോ? പ്രവാചകനെയാണ്. പ്രീസ്റ്റ്ഹുഡ് അവിടെ ഉണ്ട്. യേശുവിൻ്റെ കാലത്ത് 2 മഹാപുരോഹിതന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ എമെരിറ്റസ് പാപ്പയും ഇപ്പോഴുള്ള പാപ്പയും. റിട്ടയർഡ് ആയ ആളും മറ്റേ ആളും. റിട്ടയർഡ് ആയ ആൾ കൊമേഴ്സ്യൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഹന്നാവും കയ്യഫാവും 2 പേരും ആരാ? മഹാപുരോഹിതന്മാർ. പുരോഹിതന്മാർക്ക് കുറവുണ്ടോ? പുരോഹിതന്മാർ ഇഷ്ടം പോലുണ്ട്. ശാസ്ത്രിമാർക്ക് കുറവുണ്ടോ? ഇഷ്ടം പോലുണ്ട്. പക്ഷെങ്കിൽ പിശാച് തടഞ്ഞു നിർത്തിയത് എന്തായിരുന്നെന്നറിയാമോ? ഒരു പ്രവാചക തലമായിരുന്നു. സെഖറിയാവ് തൻ്റെ മകനെ നോക്കി പറയുക, പിശാച് തടഞ്ഞു വെച്ചത് എന്തുണ്ടോ, ദൈവത്തിൻ്റെ ദിവസം വെളിപ്പെടുന്നതിന് മുന്നമേ വെളിപ്പെടേണ്ടത് ആരാണോ അവനായി നീ മാറട്ടെ. അവനായി നീ മാറട്ടെ, നീ അവനായി മാറട്ടെ. ജീസസ്. കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുന്നമേ ഒരു പ്രീസ്റ്റിനെ വിടുമെന്നല്ല പറഞ്ഞത്, ഒരു പാസ്റ്ററിനെ വിടുമെന്നല്ല പറഞ്ഞത്, ഒരു ഷെപ്പേർഡിനെ വിടുമെന്നല്ല പറഞ്ഞത്, പകരം ഒരു പ്രൊഫറ്റിനെ വിടോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദിവസം വെളിപ്പെടണമെങ്കിൽ ഒരു പ്രൊഫറ്റ് എഴുന്നേൽക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പേഴ്സണലി നിന്നോട് പറയാം, നിന്റെ മേൽ കിടക്കുന്ന പ്രൊഫറ്റിക്കൽ റലം അൺലോക്ക് ചെയ്താലേ ദൈവത്തിൻ്റെ ദിവസം നിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അൺലോക്ക് ദ പ്രൊഫറ്റിക്കൽ റലം. നിന്റെ മേൽ കിടക്കുന്ന പ്രവാചകൻ എഴുന്നേറ്റ് വരട്ടെ. പാസ്റ്റർ ഐഡന്റിറ്റി സഭക്കാർക്ക് നൽകാൻ കഴിയോ? പാസ്റ്റർ കാർഡ് നാട്ടുകാർക്ക് നൽകാൻ കഴിയോ? ആമേൻ. 1000 രൂപ കൊടുത്ത ആരെങ്കിലും കമ്മിറ്റിക്കാർ സർട്ടിഫിക്കറ്റ് അടിച്ച് നിനക്കൊരു പാസ്റ്റർ കാർഡ് തരോ? പക്ഷെ ഒരു പ്രൊഫറ്റിക്കൽ ഐഡന്റിറ്റി അത് സ്വർഗം തരുന്നതാണ്. ഇന്ന് പകൽ പറ, എനിക്കൊരു കമ്മിറ്റിയുടെ, എനിക്കൊരു പ്രസ്ഥാനത്തിന്റെ കാർഡല്ല, എനിക്കൊരു ദൈവത്തിന്റെ ഹെവൻസ് ഐഡന്റിറ്റി, എ പ്രൊഫറ്റിക്കൽ ഐഡന്റിറ്റി. എനിക്കൊരു പ്രവാചകനാകണം. വായി തുറന്ന് പറഞ്ഞേ, എനിക്കൊരു പ്രവാചകനാകണോ. കൊതിയുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞേ, എനിക്കൊരു പ്രവാചകനാകണോ, എനിക്കൊരു പ്രവാചകനാകണം. എല്ലാവരും പറയണ്ട, കൊതിയുള്ളവർ മാത്രം പറഞ്ഞോട്ടെ, എനിക്കൊരു പ്രവാചകനാകണോ, എനിക്കൊരു പ്രവാചകനാകണോ, എനിക്കൊരു പ്രവാചകനാകണോ. എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പ്രവാചകരാകട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരു വാഗ്ദത്തമാണ്. പ്രവാചകത്വം ഒരു വാഗ്ദത്തമാണ്, പ്രവാചക അഭിഷേകം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലോ എൻ്റെ ആത്മാവിനെ പകരോ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇതെന്താണ്? ഇതെന്താണ്? ഒരു വാഗ്ദത്തമാണ്. ദ പ്രോമിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം പറയുകയാണ്, നീ ഒരു പ്രവാചകനായി തീരാ. അങ്ങനെയെങ്കിൽ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വാഗ്ദത്തമാണ്. ഇന്ന് രാത്രി പറഞ്ഞേ, ഇന്ന് പകൽ പറഞ്ഞേ, ഞാനൊരു പ്രവാചകനായി തീരാ. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കരം ഉയർത്തി പറഞ്ഞേ, ഞാനൊരു പ്രവാചകനായി തീരാ. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നാൽ പ്രവാചകത്വം ഒരു വാഗ്ദത്തം എന്നതിനെക്കാട്ടിലോ പ്രവാചകത്വം ഒരു നിയമനമാണ്.
എന്താണ്? എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇറ്റ്സ് ആൻ അപ്പോയിൻമെന്റ്. ആമേൻ. പ്രവാചക ശുശ്രൂഷ എന്താണ്? ഒരു അപ്പോയിൻമെന്റ് ആണ്, ഒരു നിയോഗമാണ്. ഇന്ന് രാത്രി ആമേൻ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 12:28 വരുമ്പോൾ 1 കൊരിന്ത്യർ 12:28 അവിടെ പറയുകയാണ്: ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഇങ്ങനെ ഓരോരുത്തരെയും നിയമിക്കുകയും ചെയ്തോ. ആമേൻ. ഓരോരുത്തരെയും നിയമിക്കുകയും ചെയ്തോ. ഒരു അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ചർച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന, അയക്കപ്പെട്ട ഇടത്ത് സ്വന്തം ഇടം വിട്ട് അയക്കപ്പെട്ട്, സ്വന്തം കംഫർട്ട് സോൺ വിട്ട് അയക്കപ്പെട്ട് ഒരിടത്ത് ചെന്ന് ചർച്ച് പ്ലാൻ ചെയ്യാൻ കഴിയുന്നവനാണ് ആര്? അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ആമേൻ, ആ ചർച്ച് പ്ലാൻ ചെയ്യപ്പെട്ടാൽ രണ്ടാമത് ചർച്ചിനെ ബിൽഡ് ചെയ്യുവാൻ ആരുണ്ടായിരിക്കണം? ഒരു പ്രൊഫറ്റ് ഉണ്ടായിരിക്കണം. മൂന്നാമതായി ആ ചർച്ചിനെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ആരുണ്ടായിരിക്കണം? ഉപദേഷ്ടാക്കന്മാരുണ്ടായിരിക്കണം. പ്ലാൻ ചെയ്യാൻ ഒരു അപ്പോസ്റ്റൽ ഉണ്ടായിരിക്കണം. ബിൽഡ് ചെയ്തെടുക്കാൻ ഒരു പ്രൊഫറ്റ് ഉണ്ടായിരിക്കണം. ആമേൻ. ഉപദേശത്തിനകത്ത് ജനത്തെ കറക്റ്റ് ചെയ്ത് പിടിച്ചു നിർത്തുവാൻ ഒരു ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം. ഇത് ദൈവത്തിൻ്റെ നിയമനമാണ്. ഇത് ദൈവത്തിൻ്റെ നിയമനം. അങ്ങനെയെങ്കിൽ പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് ഇറ്റ്സ് ആൻ അപ്പോയിൻമെന്റ് ഫ്രം ഗോഡ്. ആകയാൽ ഒന്ന്, പ്രവാചകം എന്ന് പറയുന്നത് ഒരു വാഗ്ദത്തമാണ്. 2, പ്രവാചകം എന്ന് പറയുന്നത് ഒരു നിയമനമാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്: അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. ക്രിസ്തയേശു മൂലക്കല്ലാണ്. മൂലക്കല്ല് എപ്പോഴും എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ മറഞ്ഞിരിക്കുന്ന മൂലക്കല്ലിന്മേൽ ഈ ബിൽഡിങ്ങിനെ നിർത്തുന്നത് ആമേൻ, പ്ലാന്റേഴ്സ് ആൻഡ് പ്രൊഫറ്റ്സ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ. സങ്കീർത്തനക്കാരൻ ചോദിച്ചു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ പ്രവാചക ശുശ്രൂഷ തകർക്കപ്പെട്ടാൽ, അപ്പോസ്തലിക മഹത്വം തകർക്കപ്പെട്ടാൽ നീതിമാന് നിലനിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ നീതിമാൻ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? The prophetical anointing and the apostleship should be survived. ആമേൻ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, എന്നിലൊരു പ്രവാചക ശുശ്രൂഷ ആളിക്കത്തട്ടെ, എന്നിലൊരു പ്രവാചക ശുശ്രൂഷ ആളിക്കത്തട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പ്രവാചക ശുശ്രൂഷ ഒരു വാഗ്ദത്തമാണ്. 2, പ്രവാചക ശുശ്രൂഷ ഒരു നിയമനമാണ്. 3, പ്രവാചക ശുശ്രൂഷ അത് ദൈവത്തിൻ്റെ അടിസ്ഥാനമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എന്താണ് ഒരു പ്രവാചക ശുശ്രൂഷയുടെ അടയാളം? പ്രവാചക ശുശ്രൂഷയുടെ ഒരു അടയാളം എന്താണ്? സ്തോത്രം. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ ഒരു പ്രവാചകന്റെ ശുശ്രൂഷയുടെ ഒരു മോഡൽ നമുക്ക് കാണുവാൻ കഴിയുക. വേണമെങ്കിൽ ബൈബിൾ തുറന്നു വായിച്ചോ. യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം, യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രവാചകനെ ദൈവം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുക. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ചിട്ട് അതിൽ യെരൂശലേം നഗരത്തെ വരയ്ക്കണം. എന്നിട്ട് അതിനെ നിരോധിക്കണം. അതിൻ്റെ നേരെ നിന്റെ മുമ്പിലിരിക്കുന്ന ഇഷ്ടികയ്ക്കകത്ത് വരച്ച യെരൂശലേം നഗരത്തിൻ്റെ നേരെ നീ കൊത്തളം പണിയണം. ആമേൻ. എന്നിട്ട് ആ ഇഷ്ടികയുടെ ചുറ്റും നീ വാടകോരി പാളയമടിച്ച് ആ ഇഷ്ടികയുടെ ചുറ്റും നീ കൊച്ചു കൊച്ചു യന്ത്രമുട്ടികളെ എന്ത് ചെയ്യണം? നീ വീട്ടിനകത്ത് നിന്റെ മുറിക്കകത്ത് ചെയ്യണം. എന്നിട്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിൻ്റെ അടുത്ത ഭാഗം നീ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത്, നീ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് 3-ാം വാക്യത്തിൽ, മക്കളെ വാക്യം സ്കിപ്പ് ചെയ്ത് പോയിട്ട് 3-ാം വാക്യത്തിൽ വരുമ്പോൾ, നീ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക. കണ്ടോ? ആമേൻ. ഒരു ഇഷ്ടികയ്ക്കകത്ത് ആമേൻ പ്രവാചകൻ ഒരു വര വരച്ചോ. ആ വര എന്തായി തീർന്നെന്നറിയാമോ? ഇസ്രായേലിൻ്റെ രാഷ്ട്രമായി തീർന്നോ. എന്നിട്ട് ഈ പ്രവാചകന് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് പാൻ
എടുത്തോണ്ട് വന്ന്, ഒരു അയൺ പാൻ, ഒരു ഇരുമ്പ് ചട്ടി എടുത്തോണ്ട് വന്ന് അതിൻ്റെ ഇപ്പുറത്ത് വെച്ചോ. ഇരുമ്പ് ചട്ടി ഇപ്പോൾ ദൈവം എന്തായിട്ട് കണക്കാക്കിയെന്നറിയാമോ? ഇരുമ്പ് മതിലാക്കി മാറ്റുവാനായി തീർന്നോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധനത്തിലാകേണ്ടതിന് അതിനെ നിരോധിക്ക എന്ന് പറഞ്ഞു. ഇത് ഇസ്രായേൽ ഗ്രഹത്തിന് ഒരടയാളമായിരിക്കട്ടെ. അപ്പോൾ ഒരു പ്രവാചകന്റെ അധികാരം കണ്ടോ? ഒരു പ്രവാചകൻ ഇസ്രായേലിന് ചുറ്റും നടന്നുവെന്നും പറയണ്ട. പകരം അവന്റെ മുറിക്കകത്ത് ഇത്രയുമുള്ള ഒരു ഇഷ്ടിക എടുത്തു വെച്ച് ആ ഇഷ്ടികയ്ക്കകത്ത് ഇസ്രായേലിനെ ഭൂപടം വരച്ചു വെച്ചിട്ട് അതിൻ്റെ ചുറ്റും യന്ത്രമുട്ടികളെ പണിതുണ്ടാക്കി അതിൻ്റെ ചുറ്റും വാടകോരി അതിൻ്റെ നേരെ ഒരു സോസ് പാൻ, ഒരു അയൺ പാൻ എടുത്തു വെച്ചിട്ട് അവനെ അതിനെ നോക്കി, ഇസ്രായേലെ നിന്നെ ദൈവം നിരോധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് നിരോധിക്കപ്പെട്ടിരിക്കും. ഹോ ഹോ ഹോ, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന്റെ പൈതലെ? നീ മുറിക്കകത്തൊരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. ഹോലി സ്പിരിറ്റ്, ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം. സ്തോത്രം, ആമേൻ. ജീവിതത്തിൽ ഒരു സൈക്കിൾ വേണമെന്ന ആഗ്രഹം. ഒരു സൈക്കിളിൻ്റെ പടം വെട്ടിവെച്ച് പ്രാർത്ഥിച്ചു, ദൈവ സൈക്കിൾ തന്നു. ഒരു സ്കൂട്ടർ വേണമെന്ന ആഗ്രഹം, സ്കൂട്ടറിൻ്റെ പടം വെട്ടിവെച്ച് പ്രാർത്ഥിച്ചു, സ്കൂട്ടർ തന്നോ. ഒരു വീട് വേണമെന്ന ആഗ്രഹം, ഒരു വീടിൻ്റെ പടം വെട്ടിവെച്ച് പ്രാർത്ഥിച്ചു, വീട് തന്നോ. ആമേ, അങ്ങനെ ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ നിന്റെ അകത്തൊരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് കിടപ്പുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഹോ ലാ Secretaria, la temehe secretaria, ratonia mahasateria, la karmahasataria, la promotia teradia. നീ ഒരു ചെറിയ നിന്റെ അമേ ഒരു സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു ചെറിയ മാപ്പ് എടുത്ത് നിന്റെ മുറിക്കകത്തിട്ട് നീ ആ മാപ്പിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചോ, ആ മാപ്പിനെ തൊട്ട് പ്രാർത്ഥിച്ചോ. ദൈവം ആ രാജ്യത്തിൽ നിന്നെ ഒരു അധികാരത്തോടെ നിർത്തോ. അതാണ് പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. ഹേ ഓ യെഹെസ്കേലിന്റെ അടുക്കൽ പറയുകയാണ്, ഈ യെഹെസ്കേലേ, നീ ഇസ്രായേലിന് മുഴുവനും ചുറ്റി നടക്കണ്ട. ഇതിന്റെ മുറിക്കകത്ത് ഒരു ഇഷ്ടിക എടുത്ത് പടം വരച്ചിട്ട് നീ അതിന് ചുറ്റും ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ട് നിന്നൊരു അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആ പാൻ എടുത്തു നീ വെച്ചാൽ, നീ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് ചട്ടി ഞാനൊരു ഇരുമ്പ് മതിലാക്കി തീർക്കോ. നീ ഇഷ്ടികയിൽ വരച്ച ആ വര ഞാനൊരു രാജ്യമാക്കി തീർക്കാം. ഓ ജീസസ്. രാജ്യത്തിന്റെ ഭൂപടം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അങ്ങനെ ഒരു പ്രേരണ നിനക്കുണ്ടോ? നീ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നീ കണ്ടിട്ടും അറിഞ്ഞിട്ടുമില്ലാത്ത ചില സ്വപ്നങ്ങളെ പിടിച്ച് പ്രാർത്ഥിക്കാൻ. ഇതിന്റെ അകത്തൊരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് കിടപ്പുണ്ട്. ഇഗ്നൈറ്റ് ദ പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് ഇൻ യു. ഇതിന്റെ അകത്ത് കിടക്കുന്ന പ്രവാചക തലം തുറന്നു വരട്ടെ. ലാർത്ഥമാനിയ. പക്ഷെ നമുക്ക് പറ്റിപ്പോയത് എന്താണെന്നറിയാമോ? സൈക്കിളിൻ്റെ പടം വെട്ടി വെച്ച് സൈക്കിൾ പ്രാർത്ഥിച്ചു, അത് പിന്നെ സ്കൂട്ടറിൻ്റെ പടമായി, അത് പിന്നെ കാറിൻ്റെ പടമായി. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? കാറിലെത്തിയപ്പം, വീട്ടിലെത്തിയപ്പം നമ്മുടെ വിശ്വാസം തീർന്നോ? രാജ്യങ്ങൾക്ക് വേണ്ടി, കാലഘട്ടത്തിന് വേണ്ടി ദൈവം നിന്റെ മേലിട്ട പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് നീ ഒരു കാറിനകത്തും വീടിനകത്തും ഒതുക്കി തീർത്തോ? ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കണക്ക് ബോധിപ്പിക്ക. ജീസസ്, ജീസസ്. ഓ, എന്തൊരു മഹത്വമായി പ്രവാചക ശുശ്രൂഷ അല്ലേ? ജീസസ്. ഇഷ്ടിക എടുത്ത് പടം വരച്ചാൽ കാര്യം നടക്കും. ഇത്ര മഹത്വം അല്ലേ? അടുക്കളയിലിരിക്കുന്ന ഫ്രൈ പാൻ എടുത്തുകൊണ്ട് വന്ന് ഇപ്പുറത്ത് വെച്ചാൽ അതിലൊരു മതിലാക്കും. ഹാ, ഇത്ര മനോഹരമാ പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. പക്ഷേ പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിൽ അതോറിറ്റി മാത്രമല്ല ഉള്ളത്. പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിൽ അതോറിറ്റി മാത്രമല്ല ഉള്ളത്, മറ്റൊരു ഭാഗം കൂടെയുണ്ട്. മറ്റൊരു ഭാഗം അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ നീ ഇടതുവശം ചരിഞ്ഞു കിടന്ന് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിൻ്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അകൃത്യം വഹിക്കണം. പടം വരച്ച കാര്യം നടക്കും. പക്ഷെങ്കിൽ 390 ദിവസം നീ കിടക്കുവാന്നെ എങ്ങോട്ടേ തിരിഞ്ഞ് കിടക്കാവൂ?
ഇടത്തോട്ട് തിരിഞ്ഞേ കിടക്കാവൂ. ആമേൻ. നേരെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. വലത്തോട്ട് തിരിഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. 390 ദിവസം കഴിയുമ്പോഴോ, 390 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇത് തികച്ചിട്ട് 6-ാം വാക്യം, ഇത് തികച്ചിട്ട് നീ വലതുവശം ചരിഞ്ഞ് കിടന്ന് യഹൂദാഗ്രഹത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് 1 ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. പടം വരച്ച കാര്യം നടക്കും. പക്ഷേ അതിനോടൊപ്പം ഒരു പ്രവാചകന് വേറെ ഒരു സംഗതി കൂടെയുണ്ട്. 430 സംവത്സരം ഇസ്രായേൽ നിരോധിക്കപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? 430 ദിവസം നീ തിരിയാതെ കിടക്കണം. തിരിയാതെ കിടക്കണം. നിന്റെ കഷ്ടത രാജ്യത്തിൻ്റെ കഷ്ടതയായി ഞാൻ എണ്ണും. പ്രവാചക ശുശ്രൂഷ അത് സുഖം മാത്രമല്ല, അതിനകത്ത് വേദനയുണ്ട്. വീണ്ടും അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 9-ാം വാക്യം, നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം 390 ദിവസം അത് തിന്നണം. നീ ഭക്ഷിക്കുന്ന ആഹാരം, 10-ാം വാക്യം, നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിക്കണം. പ്രവാചകന് 430 ദിവസം എത്ര നേരം കഴിക്കാം? 1 നേരം. എന്തോ കഴിക്കാം? മുമ്പേ പറഞ്ഞ സാധനം എല്ലാം കൂടെ, ചെറുധാന്യങ്ങളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ അപ്പം. ഒരു പ്രവാചകൻ ദൈവം നിയമിക്കുന്ന സാഹചര്യത്തിൽ കൂടി പോകേണ്ടി വരും. നമ്മളെപ്പോഴും പറയും, ഏലിയാവിനെ പോറ്റിയ ദൈവമേ എന്നെയും പോറ്റണേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഏലിയാവിനെ പോറ്റിയതുപോലെ വല്ല നമ്മളെ പോറ്റിയിരുന്നെങ്കിൽ എന്നേ നമ്മൾ ഈ പരിപാടി വിട്ടിട്ട് വേറെ വഴിക്ക് പോയേനെ. 3.5 വർഷം ആദ്യത്തെ 2 ആഴ്ച എന്തോ കിട്ടിയെന്നറിയാമോ? അപ്പവും ഇറച്ചി കാക്കയാണ് കൊണ്ടുതരുന്നത്. മനസ്സില്ലാ മനസ്സോടെ പൊടിയൊക്കെ തട്ടി തോട്ടിലെ വെള്ളത്തിനകത്ത് കഴുകി ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ സരപ്തയിലേക്ക് പോയി. സരപ്തയിൽ ചെന്ന് ദൈവം പോറ്റി പുലർത്തി. എങ്ങനെയാ പോറ്റി പുലർത്തിയെന്നറിയാവോ? രാവിലെ ദോശ, ഉച്ചയ്ക്ക് ദോശ, വൈകിട്ട് ദോശ. 3 വർഷവും ദോശ, ദോശ, ദോശ. ദോശയുടെ കൂടെ കറി വല്ലതും ഉണ്ടോ? കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും. എണ്ണ തൂക്കും, ദോശ ചുടും, എണ്ണ തൂക്കും, ദോശ ചുടും. 3.5 വർഷം പച്ചദോശ തിന്ന് ജീവിച്ചു. പ്രവാചകൻ്റെ ദൈവം പോറ്റി പുലർത്തി. ഇങ്ങനെ ഒരു സീസൺ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ സഹിക്കും. പക്ഷെ ദൈവം പോറ്റി പുലർത്തിയതാണെന്ന് പറയൂ. എന്തെല്ലാം കഷ്ടതകളാണെന്നറിയാമോ? നമ്മളതിനെ എത്രയൊക്കെ വർണ്ണിച്ചേനെ. പക്ഷെ ഏലിയാവ് പറയുക, ദൈവം എന്നെ പോറ്റി പുലർത്തി. കറിയില്ലാത്ത ദോശ തിന്ന 3.5 വർഷത്തിന് വേറെ ഒരു, മുമ്പേ അഭിഷക്തൻ ഓർപ്പിച്ചതുപോലെ, ഒരു പ്ലാൻ ബി ഇല്ല, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ എന്നും ഇതേ ഉള്ളോ എന്ന് പറഞ്ഞ് പ്ലേറ്റ് ഇങ്ങനെ തള്ളുമ്പോൾ ഒന്നറിയണം, നിന്റെ മേലൊരു പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ് വീഴണമെങ്കിൽ, നിന്റെ മേലൊരു ദൈവ ശുശ്രൂഷയുടെ അനോയിൻറ്റിങ് വീഴണമെങ്കിൽ 430 ദിവസം നീ ആ കൂട്ടിക്കുഴച്ചത് മാത്രം തിന്നണം. എത്ര ഗ്രാം തിന്നണമെന്നും ആര് തീരുമാനിക്കും? ദൈവം തീരുമാനിക്കും. എത്ര നേരം തിന്നണമെന്നും ആര് തീരുമാനിക്കും? ദൈവം തീരുമാനിക്കും. തീർന്നില്ല, ഇനിയും ആഹാരം പോട്ടെ. 11-ാം വാക്യം, വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 6-ൽ ഒരു ഓഹരി നീ കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. എത്ര പ്രാവശ്യം വെള്ളം കുടിക്കാം? എത്ര പ്രാവശ്യം വെള്ളം കുടിക്കാം? 1 നേരം കുടിക്കാം. 1 നേരം കുടിക്കാം. അത് ഒരു ഹീനിൻ്റെ 6-ൽ 1 നീ അളന്നിട്ട് എന്ത് ചെയ്യാവൂ? കുടിക്കാവൂ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഡയാലിസിസ് പേഷ്യൻസിനൊക്കെ വെള്ളം കൊടുക്കുന്നത് പോലെ അവനെ 1 വർഷത്തിലധികം, 1.5 വർഷത്തോളം 430 ദിവസം ദൈവം പറഞ്ഞു, ഹീനിൽ 6-ൽ 1 വെള്ളമെടുത്ത് 1 നേരം കുടിച്ചോണം. നീ അങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇനി അടുത്ത ഭാഗം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ അത് യവദോശ പോലെ തിന്നണം. അവർ കാണുക നീ മാനുഷ്യമലമായ കാഷ്ടം കത്തിച്ച്
അത് ചുടണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് മനുഷ്യൻ ആകെ സങ്കടമായി. എന്നിട്ട് അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, നീ മനുഷ്യ മലം കത്തിച്ചത് തിന്നണം. അപ്പം കാരണം ഈ ഇസ്രായേൽ നാളെ അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേൽ മക്കൾ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ അവരുടെ ആഹാരം മലിനമായി ഭക്ഷിക്കും. അവരത് മലിനമായി ഭക്ഷിക്കേണ്ടതിന് അതിനു മുമ്പേ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ മലിനമായി ഭക്ഷിക്കണം, അകൃത്യം ചുമക്കണം. അവൻ അനുഭവിക്കുന്ന ന്യായവിധി അതിനു മുമ്പേ നീ അനുഭവിക്കണം. ആമേൻ. ഇവിടെ യെഹെസ്കേൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്നേ വരെ ഇത് ചെയ്തിട്ടില്ലെന്ന്. കർത്താവ് പറഞ്ഞു, ഓക്കെ, എന്നാൽ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എന്നോട്, മാനുഷ്യ കാഷ്ടത്തിന് പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു, അത് കത്തിച്ച് നിൻ്റെ അപ്പം ചുട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ബയോഗ്യാസ് ഉള്ളവരെല്ലാം പ്രവാചകന്മാരാകുന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. സ്തോത്രം. അപ്പം കർത്താവ് പറയുക, നീ ചാണകം കത്തിച്ച് ഭക്ഷണം കഴിച്ചു കൊള്ളുക. ഇസ്രായേലിൽ എല്ലാവരും വിറക് കത്തിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മനുഷ്യൻ വഴിനീളം നടന്ന് പശുവിൻ്റെ ചാണകം വാരുകയാണ്. ചാണകം വാരി എടുത്തോണ്ട് വന്നിട്ട് അവൻ ആ ചാണകം ചുട്ട് അപ്പം തിന്നുകയാ. എന്താ യെഹെസ്കേലേ, വട്ടാണോ? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ്റെ കണ്ണുനീരും കുടിക്കേണ്ടിയ ചില ദിനങ്ങൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഒരു പ്രവാചക അഭിഷേകത്തെ നിനക്ക് ക്യാരി ചെയ്യണം െങ്കിൽ, ഒരു പെയിൻ, ഒരു ബർഡൻ ക്യാരി ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിലേ നിനക്കൊരു പ്രവാചക അഭിഷേകത്തെ ക്യാരി ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകനായ യെരമ്യാവ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അവൻ്റെ കോപത്തിൻ്റെ വടിയുടെ കഷ്ടത കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ടു പോരുന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാല തുടർമാനമായ കഷ്ടത നിന്നെ വേട്ടയാടുമ്പോൾ ഗതികേടാണെന്നും നാശമാണെന്നും വിധിയാണെന്നും പറഞ്ഞ് നീ സങ്കടപ്പെടുകയല്ല. ഇതെൻ്റെ മേളിൽ കിടക്കുന്ന ഒരു അനോയിന്റിങ്ങിൻ്റെ ഒരു preparation ആണെന്ന്, പ്രോസസ് ആണെന്ന്. Transform your sufferings to a ministry. Transform your sufferings to an anointing. കഷ്ടതകളെ ഒരു അഭിഷേകമാക്കി മാറ്റാമോ? കഷ്ടതകളെ ഒരു അഭിഷേകമാക്കി മാറ്റാമോ? കഷ്ടതകളെ ഒരു അഭിഷേകമാക്കി മാറ്റിയാട്ടെ. കഷ്ടതകളെ ഒരു അഗ്നിയാക്കി മാറ്റിയാട്ടെ. കഷ്ടതകളെ ഒരു ദൈവപ്രവർത്തിയാക്കി മാറ്റിയാട്ടെ. ഹോളി സ്പിരിറ്റ് ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, പ്രവാചകൻ വെളിപ്പെടുമ്പോൾ ഭയങ്കര ഗ്ലോറിയസ് ആയിരിക്കും, പക്ഷേ അവൻ്റെ അകം വേദനിക്കുന്നതായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പ്രവാചകൻ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും, പക്ഷേ അവൻ്റെ അകത്തളം നീറിപ്പുകയുന്നതായിരിക്കും. തിസ്ബിയിൽ നിന്നൊരു മനുഷ്യൻ കയറി വന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്യത്തില്ല. പിന്നത്തെ 3.5 വർഷം ഒളിപ്പിടത്തിലിരുന്നു. തിരികെ കയറി വന്നു, കർമ്മേലിൽ നിന്ന് തീയിറക്കി ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടി. ആമേൻ. ആഹാബ് കുടിപ്പാനും തിന്നാനും കയറിപ്പോയി. ഏലിയാവ് മുഴങ്കാലിൽ ഇരിപ്പാൻ മല കയറിപ്പോയി. ഹോളി സ്പിരിറ്റ് മേഘത്തെ കണ്ടോ? അവിടെ നിന്ന് ആഹാബിന്റെ രഥങ്ങൾക്ക് മുൻപായി താൻ ഓടി. അതിനനന്തരം ഏലിയാവിനെ കാണുന്നത് ചൂരച്ചെടിയുടെ കീഴിലാണ്, ഹോരേബിന്റെ ഗുഹയ്ക്കകത്താണ്. ഒരു കർമ്മേലുണ്ടെങ്കിൽ ഒരു ചൂരച്ചെടിയുണ്ട്, ഒരു കർമ്മേലുണ്ടെങ്കിൽ ഒരു ഗുഹയുണ്ട്, ഒരു പ്രവചനമുണ്ടെങ്കിൽ, ഒരു ദൂതുണ്ടെങ്കിൽ ഒരു സരപ്തയുണ്ട്. ഇന്ന് പകൽക്കാല, yes, are you ready to bear the pain of the prophetical anointing? Then he shall anoint you with the prophetical authority. Hey, la setenia ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പ്രവാചകന് ഒരു വേദന ചുമക്കണം, ഒരു പ്രവാചകൻ ഒരു കഷ്ടം ചുമക്കണം. അവൻ പുറത്ത് ഭയങ്കര ഗ്ലോറിയസ് ആയിരിക്കും, ഭയങ്കര ഷാർപ്പായിരിക്കും, ഭയങ്കര തീയായിരിക്കും, പക്ഷെ അവൻ്റെ അകത്തളം വിങ്ങുകയായിരിക്കും. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, അകം വെന്ത് പുറത്ത് ഒരു ഫ്ലേവർ ഉണ്ടാക്കാൻ, are you ready to bear the pain of a prophet?
എൻ്റെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഇന്നിൻ്റെ കാലഘട്ടം പ്രൊഫറ്റ്സിനെ ഒത്തിരി തെറ്റിദ്ധരിക്കുന്നുണ്ട്. പ്രൊഫറ്റ് ആണെങ്കിൽ ഗുച്ചിയുടെ ബെൽറ്റ് വേണം, ലൂയി വിട്ടൻ്റെ ഷർട്ട് വേണം, ഹഷ്പപ്പീസിൻ്റെ ഷൂ വേണം, അവൻ എല്ലാറ്റിലും സ്യൂട്ട് നിൽക്കണം, കോട്ട് വേണം. പക്ഷേ യാക്കോബ് അപ്പോസ്തലൻ ഈ തൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പറഞ്ഞു, ഒരു പ്രൊഫറ്റ് എന്ന് പറഞ്ഞാൽ ഗുച്ചിയിലും ലൂയി വുട്ടണിലും കാണപ്പെടുന്നവനല്ല. അവിടെ യാക്കോബിൻ്റെ ലേഖനം 5:10 പറയുകയാണ്, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനോ ദീർഘക്ഷമയ്ക്കോ ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. An example of suffering, affliction and of patience. ഇന്ന് രാത്രി ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടല്ല, ലൂയി വിട്ടന്റെ മോഡൽ ആയിട്ടല്ല, പകരം കഷ്ടതയുടെയോ ദീർഘക്ഷമയുടെയോ സഹിഷ്ണുതയുടെയും ഒരു എക്സാമ്പിൾ ആയി നിൽക്കാൻ നിനക്ക് ഒരുക്കമുണ്ടെങ്കിൽ that will be the real anointing of the prophet. ഇന്ന് രാത്രി ഞാൻ ചലഞ്ച് ചെയ്യുന്നു, are you ready to be a prophet? ഇന്ന് രാത്രി പറയാൻ കഴിയുമോ, എനിക്കൊരു പ്രവാചക അധികാരം വരട്ടെ, കഷ്ടതയുടെയോ സഹിഷ്ണുതയുടെയോ ദീർഘക്ഷമയുടെയോ ദൃഷ്ടാന്തമായി ഞാൻ ലോകത്തിൽ വെളിപ്പെട്ടേക്കാം. നിരന്തരമായ അപവാദങ്ങള്, നിരന്തരമായ വേദനകള്, നിരന്തരമായ ദാരിദ്ര്യമ്, നിരന്തരമായ ഞെരുക്കങ്ങള്, നിരന്തരമായ കഷ്ടതകള് എൻ്റെ ജീവിതത്തെ അലട്ടിയേക്കാം. പക്ഷേ അതെൻ്റെ പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിന് ഞാൻ കൊടുക്കുന്ന വിലയാണെങ്കിൽ, എനിക്ക് പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്, എനിക്ക് പ്രൊഫറ്റിക്കൽ അതോറിറ്റി അതെൻ്റെ മേൽ വീഴട്ടെ. കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം. പറഞ്ഞേ, കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം. കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടൂ രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടൂ രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും, എൻ്റെ ഈ ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എനിക്കെല്ലാം പ്രതികൂലമായെന്നാൽ, ശബ്ദമുയർത്തി, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും, ഓ യാത്ര ചെയ്യൂ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടൂ രക്ഷകനാ, അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടൂ രക്ഷകനാ, അന്ത്യശ്വാസം വരെയോ. പൂർവ പിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം, പൂർവ പിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി
ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചെയ്തവൻ എണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോക. എത്ര പേർ പുറക്കെ പറയാൻ കഴിയോ? ആകയാൽ ചെയ്തവൻ എണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമാതി. അതുകൊണ്ട് യാത്ര ചെയ്യും, കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടോ രക്ഷകനാ. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ. അന്ത്യശ്വാസം വരെയും. അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിന്റെ അടുക്കൽ പറഞ്ഞു, കാരാഗ്രഹത്തിൽ നിന്ന് മരണത്തെ മുന്നിൽ കണ്ട മനുഷ്യൻ തൻ്റെ അരുമശിഷ്യനും നിജപുത്രനുമായ തിമോഥെയോസിന്റെ അടുക്കൽ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മകനെ തിമോഥെയോസേ, ക്രിസ്തയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം. അടുത്തതായി അതിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തയേശുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. നിന്റെ കഷ്ടതകൾ വിധിയാണെന്നും ശാപമാണെന്നും നീ പറയരുത്. നീ നിൽക്കുന്നത് രാജ്യത്തിൻ്റെ അടർക്കളത്തിലാണ്. ആകയാൽ നീ ക്രിസ്തയേശുവിൻ്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കണം. എന്തിനാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഇന്നു നീ ഭടനായി കഷ്ടം സഹിച്ചാൽ നാളെ നീ പ്രഭുവായി കൂടെ വാഴും. ഇന്ന് നീ ഭടനായി കഷ്ടം സഹിച്ചാൽ നാളെ നീ പ്രഭുവായി കൂടെ വാഴും. 2 തിമോഥെയോസ് 2:3 വാക്യത്തിൽ പറയുകയാണ്, നീ ഭടനായി കഷ്ടം സഹിക്കണോ. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, നീ പ്രഭുവായി കൂടെ വാഴോ. ദൈവരാജ്യത്തിൻ്റെ അദൃശ്യമണ്ഡലത്തിൽ, ആത്മീക ദൈവരാജ്യത്തിൽ നാം ഒരു ഭടനായി യുദ്ധം ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ ഐഹിക ദൈവരാജ്യത്തിൽ, സഹസ്രാബ്ദത്തിലോ സ്വർഗരാജ്യത്തിൽ, നിത്യതയിലോ നാം ആരായിരിക്കും? 11-ാം വാക്യം, പ്രഭുക്കന്മാരായിരിക്കുക. ഈ ഭൂമിയിൽ നീ ഭടനാണെങ്കിൽ നാളെ നീ പ്രഭുവായിരിക്കുക. ഇന്നത്തെ ഭടൻ നാളത്തെ പ്രഭുവായിരിക്കുക. ഇന്നത്തെ ഭടൻ നാളത്തെ പ്രഭുവായിരിക്കുക. ഇന്നത്തെ ഭടൻ നാളത്തെ പ്രഭുവായിരിക്കുക. യെസ് യെസ്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, എനിക്ക് കഷ്ടം സഹിക്കുന്ന ഒരു ഭടനായി ജീവിക്കണം, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എനിക്കൊരു പ്രഭുവായി മാറ്റപ്പെടണം. ഹല്ലേലൂയ. ഭടൻ പ്രഭുവാകും. ഭടൻ പ്രഭുവാകും. ഭടൻ പ്രഭുവാകും. ജീസസ്, ജീസസ്, ജീസസ്. ആമേൻ. ഒരു പ്രവാചകൻ എവിടെ പ്രവചിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഒരു പ്രവാചകൻ ഉരുവാകുന്നത് എവിടെയാണെന്നറിയാമോ? യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാ പ്രവചനം 23-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെരമ്യാ പ്രവചനം 23:18 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം. ഒരു പ്രവാചകന്റെ പ്രത്യേകത, യഹോവയുടെ വചനം അവൻ കേൾക്കുമെന്നല്ല, അവൻ ദർശിച്ചു കേൾക്കും. അവൻ ദർശിച്ചു കേൾക്കും. പെർസീവ്ഡ് ആൻഡ് ഹേർഡ്. അവൻ്റെ അകത്ത് ഒരു തിരിച്ചറിവുണ്ടായി അവൻ അതിനെ കേൾക്കുകയാണ്. പെർസീവ്ഡ് ആൻഡ് ഹേർഡ്. അവൻ അതിനകത്ത് ആഴമായി അറിവ് പ്രാപിച്ച് കേൾക്കും. കേട്ടെന്നല്ല, അറിവ് പ്രാപിച്ച് കേൾക്കും. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഈ മെസ്സേജ് പെർസീവ് ചെയ്യുന്ന ചിലരുണ്ട്. ഈ പ്രസംഗത്തെ ഒരു കാഴ്ചപ്പാടായി മാറുന്ന ചിലരുണ്ട്. ഈ പ്രസംഗം കേൾക്കുന്ന ചിലരുണ്ട്. ദൂത് കേൾക്കാൻ കഴിയും, ദൂതിനെ ഒരു കാഴ്ചപ്പാടാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഒരു പ്രവാചകന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ കേൾക്കുന്ന ദൂത് കാഴ്ചപ്പാടായി മാറും. അതവൻ്റെ കാതുകളിൽ അലയടിക്കുക മാത്രമല്ല. അപ്പം അവൻ ദൂത് കാഴ്ചപ്പാടായി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൂത് കാഴ്ചപ്പാടായി മാറണമെങ്കിൽ, ദർശിച്ച് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ?
ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ? അവൻ്റെ വചനം ശ്രദ്ധിച്ചു കേട്ടവനാർ. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ, ദൈവത്തിൻ്റെ ആലോചനാ സഭയ്ക്കകത്ത് അവൻ നിൽക്കുമ്പോഴാണ്, അവൻ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ അവൻ നിൽക്കുമ്പോഴാണ് അവൻ ആരായിത്തീരുന്നത്? ഒരു പ്രവാചകനായിത്തീരുന്നത്. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങളുടെ തെറ്റിദ്ധാരണയെ തിരുത്തിക്കൊള്ളട്ടെ. ഏതെങ്കിലും പ്രവാചകന്മാരുടെ കൂടെ നടന്നാലോ, ഏതെങ്കിലും പാസ്റ്റർമാരുടെ ബാഗ് എടുത്താലോ അല്ല നീ ദർശിച്ച് കേൾപ്പാൻ കഴിയുന്നത്. പകരം ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കണോ, ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കണോ. ഇന്ന് അനേകരും പറയുന്നത്, പാസ്റ്ററെ നിങ്ങളുടെ കൈ എൻ്റെ മേലൊന്ന് വെക്ക്, നിങ്ങളിൽ നിന്നൊരു കൃപ എൻ്റെ മേൽ ഇമ്പാർട്ടാകട്ടെ, നിങ്ങളുടെ മേളിൽ നിന്നൊരു അഭിഷേകം എൻ്റെ മേളിൽ ഇമ്പാർട്ടാകട്ടെ. ഇന്ന് പകൽ ഞാൻ ചോദിക്കുകയാണ്, 5 കന്യകമാരുടെ അടുക്കൽ നിങ്ങളുടെ പക്കലുള്ള ഇച്ചിരി എണ്ണതാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ആ വലിയ 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 കൃപാവരത്തിന്റെ അഭിഷേകത്തിന്റെ, ആമേൻ, ഐ ബിലീവ് ഇൻ ഇമ്പാർട്ടേഷൻ, ബട്ട് ഞാൻ ഇമ്പാർട്ടേഷനിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ രഹബോത്തിനെ പ്രചോദിപ്പിക്കുന്നു, എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു ഇമ്പാർട്ടേഷൻ അല്ല, ദൈവത്തിൽ നിന്ന് നേരിട്ടൊരു ഇമ്പാർട്ടേഷൻ, ദൈവത്തിൽ നിന്ന് നേരിട്ടൊരു ഇമ്പാർട്ടേഷൻ. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കണം. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ രാത്രിയുടെ യാമങ്ങളിൽ വിരിച്ചിട്ട പായ്ക്കകത്ത് നിന്റെ മുഴങ്കാലുകൾ മടങ്ങി നിൽക്കുമ്പോൾ, you will get നീ ദൈവത്തിൻ്റെ ആലോചനാ സഭയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ സെലക്ട് ചെയ്യുന്നു. to enter into the council of God. എനിക്ക് ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ കയറണം, എനിക്ക് ദൈവത്തിൻ്റെ ആലോചന സഭയിൽ കയറണം. എത്ര രൂപയുടെ പെട്രോൾ അടിച്ച് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു പോകണം ദൈവത്തിന്റെ കൗൺസിലിൽ കൂടാൻ? ഇല്ല. നിന്റെ മുറിക്കകത്ത് വിരിക്കപ്പെടുന്ന പായ്ക്കകത്ത് നിന്റെ മുഴങ്കാലുകൾ മടങ്ങി നീ മണിക്കൂറുകൾ ചിലവഴിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു ദൈവ കൃപ ഇതിനകത്ത് ചിലരുടെ മേൽ തൊടുന്നു. To sit in the presence of God, long hours, നീണ്ട മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു അഭിഷേകം. സെബനിയ ലഖോരിയ പ്രാസ്മൽതേനി അഖുറിയ മഹസതേനി പ്രോസ്മർതേനി ലെസ്ബർതേനിയ കംപ്രു മഹസതേനി പ്രിമാന ഹദന ഹസിയ റിബബബ ശതാനിയ Rumana hadara hazia, udalamana hadagadaga, adima jama raseten, rasbakateria. Yes. Limited prayer lineകൾ break ആകട്ടെ, limited prayer timeകൾ break ആകട്ടെ, unlimited prayer. നിന്റെ പ്രാർത്ഥനാ മുറി നീ ശബ്ദിക്കുന്നിടമല്ല, നിന്റെ പ്രാർത്ഥനാ മുറി ദൈവ ശബ്ദം കേൾക്കുന്നിടമാകട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറി നീ ശബ്ദിക്കുന്ന ഇടമല്ല, നിന്റെ പ്രാർത്ഥനാ മുറി ദൈവം ശബ്ദിക്കുന്ന ഇടമാകട്ടെ. യേശുവേ 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 യേശുവേ, എന്റെ പ്രാർത്ഥനാ മുറി ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടമല്ല, ദൈവം സംസാരിക്കുന്ന ഇടമായിരിക്കട്ടെ. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഹെവൻസ് പോർട്ടൽ, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ പോർട്ടലുകൾ, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് സ്വർഗത്തിന്റെ പോർട്ടലുകൾ ഓപ്പൺ ആകും. രഹബോത്തിനകത്ത് മാത്രമല്ല ദൈവ സാന്നിധ്യം, നിന്റെ പ്രാർത്ഥന മുറിക്കകത്തും ദൈവ സാന്നിധ്യം കത്തും. ഇന്ന് പകൽ നിന്റെ മേൽ ദൈവ അഭിഷേകത്തിന്റെ തീടുകയാണ്. Yes, your prayer room shall be heaven's portal. Yes, open doors in your prayer room. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തുറന്ന സ്വർഗവാതിലുകൾ. പരിശുദ്ധാത്മാവേ, ചില കുഞ്ഞുങ്ങൾ യൗവനക്കാരിൽ ദൈവത്തിന്റെ അഭിഷേകം തൊടുന്നു. ചില കുഞ്ഞുങ്ങൾ യൗവനക്കാരിൽ ദൈവത്തിന്റെ അഭിഷേകം തൊടുന്നു. നിന്റെ പ്രാർത്ഥനാ മുറി
ദൈവത്തിന്റെ പോർട്ടലുകളാവുകയാ.